വിഭാഗീയതയും വിമത നീക്കവും ശക്തമായ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ CPM ജില്ലാ നേതൃത്വത്തെ വെല്ലുവിളിച്ച വിമത കൺവെൻഷൻ നടന്നിരിക്കുന്നു. കൊഴിഞ്ഞാമ്പാറ മേഖലാ പ്രവർത്തക കൂട്ടായ്മ എന്ന പേരിലാണ് ഡിവൈഎഫ്ഐ വിമത നേതാക്കൾ സമ്മേളനം വിളിച്ചത്. ഡിവൈഎഫ്ഐ കൊടികൾ ഉപയോഗിച്ച് തന്നെയാണ് വിമത വിഭാഗത്തിന്റെയും പ്രകടനം. ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, വിമത വിഭാഗത്തിന്റെ പ്രകടനം എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രാതിനിധ്യമുണ്ടായിരുന്നു? വലിയ ഒരു പ്രകടനം തന്നെയാണോ? അപ്പോൾ ഈ വിമത പ്രകടനത്തോട് എന്താണ് ഔദ്യോഗിക നേതൃത്വത്തിന്റെ പ്രതികരണം? സ്മൃതി, കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന അരുൺ പ്രസാദിനെ കൊഴിഞ്ഞാമ്പാറ CPMന്റെ ലോക്കൽ സെക്രട്ടറി ആക്കിയത് മുതലാണ് കൊഴിഞ്ഞാമ്പാറയിലെ DYFIക്കകത്തും അതുപോലെ തന്നെ CPMനകത്തും വലിയ രീതിയിൽ ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ആദ്യം CPIMന്റെ ചില നേതാക്കൾ, കൊഴിഞ്ഞാമ്പാറയിലുള്ള ചില നേതാക്കൾ പാർട്ടിക്ക് പുറത്തു നിന്നുകൊണ്ട് വിമത കൺവെൻഷൻ ചേരുകയും പിന്നീട് ഒരു സമാന്തര പാർട്ടി ഓഫീസ് ആരംഭിക്കുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് DYFIയിലെ ചില പ്രവർത്തകർക്കെതിരെ DYFIയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയത്. ഈ നേതാക്കൾ സംഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിനോടൊപ്പം തന്നെ തുടർച്ചയായി DYFIയുടെ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് കൊഴിഞ്ഞാമ്പാറയിലെ DYFIയുടെ മേഖലാ സെക്രട്ടറി ആയിരുന്ന S സദ്ദാം ഹുസൈനെയും അതുപോലെ തന്നെ K മനോജിനെയും DYFIയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി പുറത്താക്കുകയായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ നേതാക്കളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കൊഴിഞ്ഞാമ്പാറയിൽ DYFIയുടെ ഒരു യൂത്ത് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് ഒരു മേഖലാ പ്രവർത്തക കൂട്ടായ്മ എന്ന പേരിലാണ് ഈ പുറത്താക്കപ്പെട്ട വിമത നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു പ്രവർത്തക കൺവെൻഷൻ കൊഴിഞ്ഞാമ്പാറയിൽ വെച്ച് ചേർന്നത്. പ്രധാനമായും ഇവർ പറയുന്നത് തങ്ങളെ യാതൊരു രീതിയിലുള്ള യോഗങ്ങളിലേക്കും ക്ഷണിച്ചിരുന്ന തങ്ങൾ അറിയാതെ തന്നെ ഈ കൊഴിഞ്ഞാമ്പാറയിൽ വെച്ച് DYFI നേതാക്കൾ മേഖലാ കൺവെൻഷൻ നടത്തുകയായിരുന്നു. ഇതിൽ വലിയ രീതിയിൽ അസ്വസ്ഥതയുണ്ട്. അവഗണന നേരിട്ട് ഇനിയും ഈ സംഘടനയിൽ തുടരേണ്ട സാഹചര്യമില്ല. പക്ഷേ തങ്ങൾ DYFI തന്നെ തുടരും. അതിനുവേണ്ടിയാണ്, തങ്ങൾക്കും ശക്തിയുണ്ട്, തങ്ങൾക്കൊപ്പം ആളുകളുണ്ട് എന്ന് ഔദ്യോഗിക നേതൃത്വത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു കൺവെൻഷനും അതുപോലെ തന്നെ ശക്തി പ്രകടന മാർച്ചും നടത്തുന്നതെന്നാണ്. ഏതായാലും നൂറുകണക്കിന് അധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ഈ വിമത കൺവെൻഷൻ ഇന്ന് കൊഴിഞ്ഞാമ്പാറയിൽ സംഘടിപ്പിച്ചത്. പ്രത്യേക ഓഫീസ് ഉണ്ടാക്കി അവിടെ പ്രത്യേക സമ്മേളനം വിളിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിമത വിഭാഗത്തിന്റെ പ്രകടനവും നടന്നിരിക്കുന്നത്. DYFIയുടെ കൊടികൾ ഉപയോഗിച്ച് തന്നെയാണ് വിമതരുടെ പ്രകടനവും നടന്നത് എന്നുള്ളതാണ്. ഇക്ബാൽ അറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.